റിട്ടയർഡ് അധ്യാപിക, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു റിട്ടയർഡ് അധ്യാപിക, അതിൽ നിന്ന് നഗരസഭാ അധ്യക്ഷ എന്ന് വരുമ്പോൾ ഒരു അതിലൊരു വ്യത്യാസം. ഈ സ്വന്തമായിട്ട് ജീവിതം എങ്ങനെ മാറി? ഏത് രീതിയിൽ ജീവിതം, അതിന്റെ ഒരു പൾസ് മാറി? തീർച്ചയായിട്ടും മാറിയില്ലേ മോളെ. നമുക്ക് നമ്മുടെ പേഴ്സണലായ ലൈഫിന് ഒട്ടും സമയമില്ലാതായി. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഇത്രയും പ്രായമായി എനിക്ക്, ഇനി ഞാൻ പിന്നെ രണ്ട് പേരക്കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കൊരു ബുദ്ധിയില്ലാതായിപ്പോയി. ഞാൻ ഈ പാതിരാത്രി വരെ ഒന്നും പോയിട്ട് ഈ ആൾക്കാരുടെ ഉദ്ഘാടനത്തിന് പോകേണ്ട ഒരു ആവശ്യമില്ല. സത്യമായിട്ടും അങ്ങനത്തെ ഒരു പ്രശസ്തി എനിക്ക് വേണ്ട. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യണം. ഇപ്പോൾ രാത്രി 1 മണി വരെയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഓഫീസിലെ ചില പ്രശ്നങ്ങളായിരുന്നു, ചില വ്യക്തികളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബശ്രീയിലെ മഹിളാ മോൾ നടത്തിയ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അതൊക്കെ 1 മണി വരെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷേ എൻ്റെ ഈ ചെറിയ 2 മക്കൾ, അതുങ്ങളുടെ അവസ്ഥ അവർ നോക്കാൻ പറ്റില്ല എന്നുള്ള കുറ്റബോധമല്ലാതെ ഉണ്ട്. അപ്പോൾ മാറ്റം എന്ന് പറയുന്നത് എൻ്റെ മുഴുവൻ സമയവും ഞാൻ നാട്ടുകാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു മാറ്റമായിരുന്നു അത്. ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ഞാനത് കോർപ്പറേഷൻ്റെ പുതിയ പദ്ധതികളിലേക്കും പ്രോജക്റ്റുകളിലേക്കും ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ എനിക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഉദ്ഘാടനം ചെയ്യാനും വിളക്കെത്തിക്കാനൊന്നും മേയർ പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. മേയർ അതിനേക്കാൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നാട്ടുകാർക്കായിട്ട് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒരുക്കാനും അത് സ്പീഡപ്പാക്കാനും ഒക്കെ ഞങ്ങളെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പിന്നെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റം ഇപ്പോൾ വന്നു. വലിയ ഉത്തരവാദിത്വം ഇങ്ങനെ കൂടെ വരുമ്പോൾ വായന വളരെ ഇഷ്ടമുള്ളൊരു കാര്യം, വായന കുറയുക. എഴുത്തിൻ്റെ ലോകം? എഴുത്തേ ഇല്ല. ആകെ എഴുതുന്നത് എന്താ, ഒരു ശരി, അല്ലെങ്കിൽ ഒരു കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള ഓഫീസ് ഫയലിൽ എഴുത്തല്ലാതെ എഴുത്ത് എന്നൊന്നും ഇല്ല. എന്ത് പറയുമ്പോഴും കഴിവതും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത്രയും വലിയ ഉത്തരവാദിത്തത്തോടു കൂടി ഇരിക്കുമ്പോൾ, ഇത്രയും ടെൻഷൻ അടക്കമുള്ളൊരു കാര്യങ്ങളിരിക്കുമ്പോൾ പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്? ഐ ഡോണ്ട് നോ, മേ ബി എനിക്ക് നമ്മൾ ചിലപ്പോൾ പറയുക ചില കുട്ടികളെ കുറിച്ചിട്ട് ഹാപ്പി ചൈൽഡ്, അങ്ങനെ ആയിരിക്കണം. എൻ്റെ അമ്മയുടെ തറവാട്ടിൽ ആദ്യത്തെ പേരക്കുട്ടിയാണ് ഞാൻ. അപ്പോൾ അമ്മാവന്മാരും ചെറിയമ്മമാരും ഒക്കെ ഇങ്ങനെ എടുത്ത് കൊഞ്ചിച്ച് ലാളിച്ച് ഒരിക്കലും സ്നേഹം കിട്ടാത്ത ഒരാളായി വളർന്നിട്ടില്ല. എക്കാലവും സ്നേഹവും പരിഗണനയും ഉണ്ടായിരുന്നു. അത് സ്കൂളിലായാലും എല്ലാത്തിനും ഡാൻസ് വേണോ പാട്ട് വേണോ എന്തിനും മുമ്പിൽ നിൽക്കുന്നൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ടാവാം ഞാനിങ്ങനെ ആയിപ്പോയത്.